CPIഎമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിരവധിയാണ്. കല്യാശ്ശേരിയും മട്ടന്നൂരും ധർമ്മടവും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഉൾഗ്രാമ പ്രദേശങ്ങൾ. അവിടെയൊന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എതിരായി UDFിലോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലോ BJPയിലായിരുന്നാലും ഇതര പാർട്ടികളിലായിരുന്നാലും ആരെങ്കിലും മത്സരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. തളിപ്പറമ്പ് എന്ന നിയോജക മണ്ഡലം തന്നെ നോക്കുക. അവിടെ 2011 2016 ജെയിംസ് മാത്യു മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥലമാണ്. എന്നാൽ 2021 MV ഗോവിന്ദൻ അവിടെ 22,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും ഭൂരിപക്ഷം നന്നായി കുറയുകയും ചെയ്തു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ K സുധാകരന് 9,000 വോട്ടുകളുടെ ലീഡാണ് ഉള്ളത്. കോൺഗ്രസ് തളിപ്പറമ്പ് പിടിച്ചെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടി ഗ്രാമങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ആയിരിക്കും പയ്യന്നൂരും കല്യാശ്ശേരിയുമൊക്കെ കോൺഗ്രസ് പിടിച്ചെടുക്കാൻ പോകുന്നത് എന്നാണ് K സുധാകരൻ പറയുന്നത്. CPIഎമ്മിൻ്റെ പാർട്ടി ഗ്രാമം ആയിരുന്നല്ലോ ബംഗാളിൽ ഒട്ടുമിക്ക മേഖലകൾ. എന്നിട്ടിപ്പോൾ എന്താണ്? ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലും കഴിയുന്നില്ല. അവിടെ BJPയെ വളർത്തിയതും BJPക്ക് വലിയ വേരോട്ടം ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചതും CPIഎമ്മിൻ്റെ നേതാക്കൾ തന്നെയെന്ന് നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട്. അത് ആരും മറന്നിട്ടുമില്ല. കേരളത്തിലും ആ രീതിയിൽ ഉള്ള അന്തർധാര പരസ്യമായി സംജാതമായതിൻ്റെ ഫലമായിട്ടാണ് തൃശ്ശൂരിൽ താമര വിരിഞ്ഞതും സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് എത്തിയത്. പോഷകത്തരങ്ങളും വഷളത്തരങ്ങളും മാത്രം പറയുന്ന സുരേഷ് ഗോപിയുടെ അല്പത്തരത്തിന് ജനങ്ങൾ വോട്ട് നൽകി എന്ന് വിശ്വസിക്കുക തന്നെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അവിടെ നടന്നത് കൃത്യമായി CPIഎമ്മും BJPയും തമ്മിലുള്ള അന്തർധാരയായിരുന്നു എന്നുള്ളത് എത്ര പേർക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ട്രെൻഡുകൾ പ്രകാരം പാർട്ടി ഗ്രാമം എന്നൊന്നില്ല. നേരത്തെ പല രാഷ്ട്രീയ നിരീക്ഷകരും, അതിൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറഞ്ഞത് കേരളത്തിൽ 40 നിയോജക മണ്ഡലം ഷുവറായും LDFന് ഉറപ്പുള്ള സീറ്റുകളാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള 100 സീറ്റിലാണ് യഥാർത്ഥ മത്സരം എന്ന്. അങ്ങനെ ഇല്ല എന്നതും എല്ലാ സീറ്റുകളിലും ശക്തമായ മത്സരം. എന്തിനധികം പറയുന്നു, KK ശൈലജ വിജയിച്ച റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 61,000 വോട്ടിൻ്റെ സമാനതകളില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ച മട്ടന്നൂരിൽ പോലും ഇക്കുറി K സുധാകരന് മുൻതൂക്കമുണ്ടായിരുന്നു. അവിടെ പാർട്ടി ഗ്രാമങ്ങൾ ബൂത്തുകൾ സഹിതം K സുധാകരന് ലീഡ് കൊടുത്ത ഒരു അവിസ്മരണീയ സാഹചര്യമുണ്ടായി. പിണറായിയുടെ സ്വന്തം തട്ടകമായ ധർമ്മടത്ത് പോലും K സുധാകരൻ ചരിത്രത്തിലാദ്യമായി ലീഡ് നേടിയെടുക്കുന്ന ഒരു അപൂർവ സാഹചര്യം. 1,10,000 വോട്ടുകൾക്കാണ് K സുധാകരൻ CPIഎമ്മിൻ്റെ കോട്ടയെ വെണ്ണീറാക്കിക്കൊണ്ട് ലോക്സഭയിലേക്ക് വീണ്ടും അജയ്യനായി കടന്നു വന്നത്. പാർട്ടി ഗ്രാമങ്ങൾ ഞങ്ങൾക്കൊരു പുത്തരിയല്ല എന്നും എല്ലാം തച്ചുടച്ച് അഹങ്കാരം തീർത്തു കൊടുക്കുമെന്നും നിങ്ങളൊന്നും സ്വപ്നം കാണാത്തത്ര തകർച്ച ഞങ്ങൾ സമ്മാനിക്കുമെന്നും കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. CPIഎമ്മിൻ്റെ മടയിൽ തന്നെ ചെന്ന് അറ്റാക്ക് ചെയ്യാൻ കെൽപ്പുള്ള സിംഹം തന്നെയാണ് K സുധാകരൻ.